എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് കേട്ടോ ഇവ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ അവൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ മടിയായി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയായത് കൊണ്ട് അങ്ങനെ വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായി. എന്തായാലും പോട്ടെ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരയ്ക്കുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോർണിംഗ് തന്നെ എണീറ്റ് ഇവക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. അതൊന്നും എടുത്തില്ല കേട്ടോ. എല്ലാ വീഡിയോസിലും അത് ഉൾപ്പെടുത്തുന്ന കാരണം ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കൊണ്ടുവരികയാണ്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസിൽ പാലക്കാടൻ ഭാഷ വരണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പാലക്കാടിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ എൻ്റെ ഭാഷയും പാലക്കാടായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അത് കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവളെ കുളിപ്പിക്കാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചെയറിൻ്റെ മേലെ കയറ്റി നിർത്തിയതാ. അവൾക്ക് എണ്ണയൊക്കെ തേക്കുന്ന സമയത്ത് മടിയായിട്ട് വേണ്ട കുളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഇന്ന് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നവംബർ മാസമൊക്കെ ആയപ്പോൾ മുതൽ നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മടിയാണ് കേട്ടോ പറയുന്നത്. അത് കുളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ആൾക്ക് ശരിയാവും. കുറച്ച് നാളത്തെ ഗ്യാപ്പായത് കാരണം പറയുന്ന സമയത്ത് കുറച്ച് തെറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എൻ്റെ തടിയും എൻ്റെ വയറിനെയും കുറിച്ചാണ് കേട്ടോ. കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആണോ, എന്താണ്, തടിച്ചിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രഗ്നൻസി ഒന്നും അല്ല കേട്ടോ. PCODൻ്റെയും ഹോർമോൺസിൻ്റെയും ചെറിയ പ്രോബ്ലങ്ങളുണ്ട്. അത് കാരണമാണ് ഈ തടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നത് കാരണം കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലവർ ഇഷ്ടം കൊണ്ടും പറയാറുണ്ട് കേട്ടോ. ചിലവർ അത് നമ്മളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിക്കും പറയാറുണ്ട്. എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ അവളെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നേ അവൾക്ക് ലോഷനൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ലോഷനല്ല, ക്രീമാണ് കേട്ടോ തേക്കുന്നത്. ഡോക്ടർ അവൾക്ക് പറഞ്ഞതാ ലോഷൻ തേക്കേണ്ട, ക്രീം മതിയെന്ന്. അപ്പം നമ്മൾ ഷെബാമെഡിൻ്റെ ബോഡി ക്രീമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫേസിനും ബോഡിക്കും ഫുള്ളായിട്ട് അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇച്ചിങ്ങിൻ്റെ ചെറിയ അലർജി പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ അവൾക്ക് ഇത് തേക്കുന്നതുകൊണ്ട് കുറച്ച് കുറവാണ് കേട്ടോ. കുറച്ച് നല്ല കൂടുതൽ കുറവാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുളിപ്പിക്കാൻ കൊണ്ടുപോയതും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവൾക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് മുഖം ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ കേട്ടോ അവൾ ചൂസ് ചെയ്യുക. അവളാണ് ഇപ്പോൾ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്നത്. അത് മാത്രമേ അവൾ ഇടുകയുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് മേക്കപ്പിലോട്ട് കിടന്നു കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ചെറിയ രീതിയിൽ പിരുകെഴുതോ ഒരു പൊട്ട് വെച്ച് കൊടുക്കുക, അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പണ്ട് മുതലേ എനിക്ക് പെൺകുട്ടികളെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഇവക്കുട്ടിനെ എന്നും ഞാൻ ഒരുക്കിയിട്ടാണ് കേട്ടോ നിർത്തുക. അത് അവൾക്ക് ഇഷ്ടമാണ്. പരമാവധി അവൾ ഇളക്കാതെയും നമുക്ക് നല്ല രീതിക്ക് കാണിച്ചു തരും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ കുറുമ്പ് കാണിക്കുകയുള്ളൂ. ഒരുങ്ങണ കാര്യത്തിലൊക്കെ ഭയങ്കര നല്ല കുട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിയിൽ കൂടി വന്നതായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് ഗ്യാപ്പ് വന്നതിന് ശേഷം അൺസബ്സ്ക്രൈബ് ചെയ്ത് കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മൾക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലീസ് ദയവ് ചെയ്ത് ആരും അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇവക്കുട്ടിയുടെ ചെറിയ ചെറിയ കളിയും ചിരിയൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എന്ത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കണ്ടാലാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഏത് രീതിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. സന്തോഷം ഉണ്ടെങ്കിൽ അതും പറയണേ. അങ്ങനെ ഇവക്കുട്ടിനെ ഒരുക്കി കഴിഞ്ഞ് ഈ ചന്തവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ ഉണ്ടാവുള്ളൂ. അവൾ കളിച്ചു തുടങ്ങിക്കഴിഞ്ഞ് വെച്ചാൽ തലയും എല്ലാതും കേടി വരുത്തും. പിള്ളേരാകുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ. അവളെയൊക്കെ ഒരുക്കി വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് കിടന്നു. അപ്പോൾ കാലത്ത് തന്നെ വെറും വയറ്റിൽ ഞാൻ ഗ്രീൻ ടീ കുടിക്കും കേട്ടോ. അത് ഡോക്ടർ പറഞ്ഞിട്ടാണ് കുടിക്കുന്നത്. ഒരുപാട് ലേറ്റായിട്ടാണ് അന്ന് എണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും. കാരണം കുറച്ച് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിക്കാനായില്ലേ എന്നുള്ള രീതിയിൽ ഞാനത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ടീയും കുടിച്ചിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഇവക്കുട്ടിയും കൂടെ കഴിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ എടുക്കുന്നത്. അവൾക്കാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിന്നോട്ടാണ്. എന്ത് കണ്ടാലും അവൾക്ക് വേണ്ടാത്ത മട്ടാണ്. അതുപോലെ തന്നെ ആപ്പിളാണെന്ന് അറിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കിയും കൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു പോയി. ശരിക്കും അവളെ നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കലാണ് കേട്ടോ. അതാണ് ഏറ്റവും എനിക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. കഴിച്ചെണീറ്റിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇപ്പോൾ തലേ ദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒഴിച്ചുകറിയിൽ കൂടുതലും ഈ പുളിങ്കറിയായി വെക്കണ കറിയാണ് എനിക്കിഷ്ടം. വെക്കാനും എളുപ്പമാണ്, നമുക്ക് കഴിക്കാനും ഇഷ്ടമാണ്.
അതവിടെ കഴുകി വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഞാൻ കടന്നത് ചോറ് വെക്കാനാണ് കേട്ടോ. കുക്കറിലാണ് കേട്ടോ ഞാനിവിടെ ചോറ് വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ അരി പോലത്തെ വലിയ അരിയൊന്നുമല്ല കേട്ടോ ഇവിടെ കിട്ടുന്നത്, ചെറിയ ചെറിയ അരിയാണ് കേട്ടോ. കഴിച്ച് ഞാനും അഡ്ജസ്റ്റായി. ആദ്യമൊന്നും ഒട്ടും പിടിക്കണ്ടായിരുന്നില്ല, നമുക്ക് വലിയ അരി കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ അരി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് പോകെ അഡ്ജസ്റ്റ്. ഇവ കുട്ടിക്ക് നേരെ മറിച്ചാണ്, അവൾക്ക് ഇവിടുത്തെ അരി കഴിച്ച് ശീലമായിട്ട് നാട്ടിലെ അരി അവൾക്ക് ഒട്ടും പറ്റില്ല. അപ്പം നമ്മൾ നാട്ടിലോട്ടൊക്കെ പോണ സമയത്ത് നമ്മൾ ഇവിടുത്തെ അരി വാങ്ങിച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ കുക്കറിൽ അരിയൊക്കെ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഫ്ലോർ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. അവിടെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടായെന്ന് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോന്ന് കഴിയുന്തോറും ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ശീലം ഉണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെയ്യുന്നത് ഇവക്കുട്ടിൻ്റെ ബോട്ടിൽ കഴുകലാണ്. അവൾ നൈറ്റ് ടൈമിൽ ഉറങ്ങുന്ന സമയത്ത് പാലും കുടിക്കും വെള്ളവും കുടിക്കും, അങ്ങനെ 2 ബോട്ടിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതെല്ലാം കഴുകി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കും. പിന്നെ ഒരു അടുപ്പിൽ ചോറിനായിട്ട് കുക്കറും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഇവക്കുട്ടിൻ്റെ ബോട്ടിൽസ് എല്ലാം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വണ്ടികളുടെ സൗണ്ടും കൂടി കേൾക്കുന്നുണ്ട്. തൊട്ടടുത്ത് കൂടിയിട്ടാണ് നമ്മുടെ റോഡ്, അത് കാരണം അവിടുത്തെ സൗണ്ട് നല്ലപോലെ ഇവിടെ കേൾക്കാം. പരമാവധി ഞാൻ ആ സൗണ്ടൊന്നും ഇല്ലാതെ വോയിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് കേട്ടുകൊണ്ടേ ഇരിക്കണ്ടേ. അങ്ങനെ കഴുകി വെച്ച ചെറുപയറിനെ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. ആദ്യമൊന്നും കുക്കിംഗ് ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്കൊക്കെ വെക്കും. മുൻപൊക്കെ എന്ത് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഫുള്ളായിട്ട് കൊണ്ട് കളയൊക്കെ ചെയ്യണ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ അടുപ്പിൽ തന്നെ നമ്മൾ ചെറിയ കുക്കറിൽ ചെറുപയറിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഉള്ളി, ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതെല്ലാം സെറ്റാക്കുമ്പോഴേക്കും നമ്മുടെ ചെറുപയർ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് വറ്റൽമുളകും ഇട്ടിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് താളിച്ചെടുക്കണ്ടേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. ചിലവർക്കെങ്കിലും അറിയാത്തത് ആരെങ്കിലായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പുതിയൊരു ഡിഷ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. എനിക്കും ഈ പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നോക്കിയിട്ട് ഞാനും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കപ്പളമുളകും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലൊരു സവാള അരിഞ്ഞതിടാം. ഒന്ന് പച്ചമണം പോകുന്നത് വരയ്ക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ചിലവർ ഇതിൽ സവാള ഇല്ലാതെ ചെറിയുള്ളി ഇടും. അത് നമുക്ക് ചെറിയുള്ളി ഇവിടെ ഗോവയിൽ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ എല്ലാ കറികൾക്കും സവാള തന്നെ യൂസ് ചെയ്യണത്. അപ്പോഴേക്കും കുക്കറിലെ എയറെല്ലാം പോയിട്ട് ചെറുപയർ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇവക്കുട്ടിക്കുള്ളത് മാറ്റി വയ്ക്കുകയാണ്. അവൾക്ക് എരിവില്ലാതെ സാധാരണ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചെറുപയറാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് അവൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു വഴുതനങ്ങ വറുത്തതും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ഇങ്ങനത്തെ വഴുതനങ്ങ കിട്ടാറുണ്ടേ. സാധാരണ വഴുതനങ്ങയും കാട്ടി കൂടുതൽ ഇങ്ങനത്തെ വഴുതനങ്ങയാണ് കേട്ടോ ഇവിടെ കാണാറുള്ളത്. ഇവിടത്തുള്ള ആൾക്കാർ വേറെ രീതിയിലൊക്കെയാണ് ഇത് കറി വെക്കുക, പക്ഷേ എനിക്കിത് ഫ്രൈ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇവക്കുട്ടിൻ്റെ സൗണ്ടും കൂടി കേൾക്കാം കേട്ടോ. എത്ര മാറിയിരുന്നാലും അവളവിടെ കളിക്കുന്ന സൗണ്ട് ഇതിൽ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴുതനങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ചൊരു നാരങ്ങനീരും കൂടിയിട്ടാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നാരങ്ങനീര് മസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും അത് ഒഴിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ. പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ നാരങ്ങനീര് ഒഴിവാക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ ഇത്തിരി ഓയിലും കൂടിയിട്ട് നമ്മൾ ഏതിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ ഓയിലും കൂടിയിട്ട് ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ പുരട്ടി കൊടുക്കുക. നമുക്കത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഒരു ലൂസ് പരുവത്തിലാക്കും. എനിക്ക് തോന്നുന്നു ഈ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടല്ലേ, ഈ കുഞ്ഞുമക്കളടക്കം ചില കുട്ടികൾ വഴുതനങ്ങയൊന്നും കഴിക്കാറില്ല, വലിയവരായിക്കോട്ടെ വഴുതനങ്ങ കഴിക്കാറില്ല. അവർക്കൊക്കെ ഈ റെസിപ്പി ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടമാകും. ഇവക്കുട്ടിക്ക് ഞാൻ ഈ ചെറിയ രീതിയിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വന്ന ഉള്ളിയിലോട്ട് പിന്നെ ഞാൻ ഇടുന്നത് തക്കാളിയാണ്. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു 1.5 തക്കാളി ഇട്ടിട്ടുണ്ട്. അതായത് ഒരു തക്കാളിയും വേറൊരു തക്കാളീൻ്റെ പാതിയും കൂടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് പുളി ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, അത് കാരണം ഞാൻ 1.5 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. അതിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ അത് അടച്ച് വെക്കുന്നുണ്ട്, എന്നാലേ തക്കാളി വേഗം ഉടഞ്ഞ് കിട്ടുള്ളൂ. മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വഴുതനങ്ങ മുറിക്കാൻ തുടങ്ങിയത്. മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല പുരട്ടി വെക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരുപാട് കട്ടി കമ്മിയായിട്ടും അല്ല, എന്നാൽ ഒരുപാട് കട്ടി കൂടിയിട്ടുള്ള ആ രീതിക്ക് ഞാൻ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഹാഫേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
ഞാനിവിടെ വഴുതനങ്ങ റൗണ്ടിലാണ് കേട്ടോ മുറിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിക്കാം. ആ മുറിച്ച് വെച്ച വഴുതനയിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നല്ലപോലെ പുരട്ടി കൊടുക്കുക. തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ മസാല പുരട്ടി കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ മസാല നല്ല രീതിയിൽ പിടിക്കും. ഇല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാനിവിടെ എപ്പോഴും മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾക്ക് ഉള്ളിയും തക്കാളിയും എന്തായെന്ന് നോക്കാം. ഞാനിവിടെ തക്കാളി ഇട്ടിട്ട് അടച്ച് വെക്കുന്നത് തക്കാളി നല്ലപോലെ ഉടയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന പോലത്തുള്ള തക്കാളിയല്ല, ഇവിടെ ആപ്പിൾ തക്കാളി ആ രീതിക്കുള്ള തക്കാളിയാണ് കിട്ടുന്നത്. അത് കാരണം അത് പെട്ടെന്ന് ഉടഞ്ഞു വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ കൂടുതലായിട്ടും തവിയിട്ട് കുത്തിയിട്ടൊക്കെ നല്ലപോലെ ഉടയ്ക്കുക. നല്ലപോലെ വാടി വന്നതിലോട്ട് നമ്മൾ മസാലകളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സാധാരണ ഇടുന്നത് പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. ഞാനിവിടെ എൻ്റെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത്. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ അളവ് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. എപ്പോഴും മുളക് പൊടി ഇടുന്നതിനും കാട്ടി കൂടുതൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂട്ടിയിടും. അതാണ് എനിക്ക് ഇതിൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഇവക്കുട്ടി ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറയിൽ കിട്ടാത്ത കാരണം അവളെ തിരിച്ച് പോകാൻ പറഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ഓടി വരാൻ പറഞ്ഞതാണ്. അതാണ് അവൾ അവിടെ പോയിട്ട് ഓടി വരുന്നത്. ഇതുപോലെ കളിച്ച് ബോറടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓടി വരാറുണ്ട് കേട്ടോ, അതിനെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ വന്നത് പിസ്ത വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ആകെ കൂടി ഇഷ്ടമുള്ളത് പിസ്തയും സ്ട്രോബെറിയാണ്. അത് നമ്മൾ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് അവൾ പോയി. ഇനി കുറച്ച് നേരത്തേക്ക് അവൾ നോക്കണ്ട. അങ്ങനെ നമ്മൾ ഇട്ട പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്, നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നത്, ഇപ്പോഴേക്കും ഫോൺ ഇതാ അടുപ്പിലോട്ട് ചാടി. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഫോണിനൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറാണ് നമ്മൾ ഈ മസാലക്കൂട്ടിലോട്ട് ഇടുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ച് ആവശ്യത്തിന് മാത്രമേ ഇടൂ. തലേദിവസം ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നത് കാരണം ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് രാത്രിയാണ് ഓർമ്മ വന്നത്. അപ്പോൾ എണീറ്റ് പോകാൻ വയ്യാതെ ഏട്ടനെയാണോ വിട്ടാക്കിയത് ചെറുപയർ വെള്ളത്തിലിടാൻ. സാധാരണ ഇതുപോലെ മറക്കുന്ന ദിവസങ്ങളിൽ ഏട്ടനെ കൊണ്ട് വെള്ളത്തിലിടാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ മിക്കവാറും അത് കമ്മിയായിട്ടായിരിക്കും ഇടുക. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതാണ് കുറച്ച് കൂടുതൽ ഇട്ടേക്കണേന്ന്. അത് ഇത്ര കൂടുതലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല, നല്ലപോലെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള ചെറുപയർ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നേരത്തെ കുതിർക്കാൻ വെച്ച വാളംപുളിയും കൂടി ചേർത്ത് പിഴിഞ്ഞ് ഇതിലൊഴിക്കുക. ഓരോരുത്തരുടെ പുളിയുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പുളി ചേർക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പുളിയെല്ലാം പിഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഓൾറെഡി പയറ് വെന്ത കാരണം ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, അത്യാവശ്യം വെള്ളം മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇപ്പിട്ട പുളിയും ഉപ്പും എല്ലാം പിടിക്കും. ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. നമ്മൾ ഓൾറെഡി ചെറുപയർ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറിന് ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ നല്ല രീതിയിലേക്ക് തിളച്ച് വന്നു. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറുപയറിൻ്റെ പരിപാടി ഏതാണ്ട്. ഇതോടുകൂടി ചാറിൻ്റെ പണിയെല്ലാം തീർന്നു. പ്രത്യേകിച്ച് ഞാൻ ഇതിൽ കടുകൊന്നും താളിക്കില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് കടുകെല്ലാം ഇട്ടിട്ടുണ്ട്. അത് കാരണം തിളച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഓഫാക്കി വെക്കുക ചെയ്യുന്നത്. അടുത്തത് ഞാൻ നേരത്തെ മാറ്റി വെച്ച വഴുതനങ്ങ വറുക്കാൻ നോക്കുകയാണ്. ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച വഴുതനങ്ങ ഓരോന്നായി ഇതിലിടുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വെച്ചാൽ മതി, വേഗം കുക്കാവും കേട്ടോ ഈ വഴുതനങ്ങ. അടിഭാഗം ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഏതാണ്ട് ഒരു 2 to 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം. ഇല്ലയെന്ന് വെച്ച് പറഞ്ഞാൽ വേഗം കരിഞ്ഞു പോവും. പെട്ടെന്ന് വേവും കേട്ടോ ഈ വഴുതനങ്ങ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇവക്കുട്ടിക്കുള്ള പാലും കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് കുടിക്കാൻ കൊടുക്കാനാണ് കേട്ടോ ഈ പാല്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആ വഴുതനങ്ങ വറുത്തെടുത്തതിന് ശേഷം വേറെ സെറ്റും കൂടി ഇട്ടിട്ടുണ്ട് വറുത്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ആയിക്കോളും ഈ വഴുതനങ്ങ വറുത്തത്. അപ്പോഴേക്കും കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂടി സിങ്കിലിട്ടിട്ടുണ്ട്. കഴുകണ വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അങ്ങനെ ആ വഴുതനങ്ങ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലിതാ തിളച്ച് വന്നു. എപ്പോഴും സാധാരണ 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴേക്കും മൂപ്പർ തിളച്ച് വരിക. അത് കാരണം പാലെടുപ്പത്ത് വെച്ചാൽ എങ്ങോട്ടും മാറുന്ന പരിപാടിയൊന്നുമില്ല, തിളച്ചതിന് ശേഷം മാത്രമേ മാറുള്ളൂ. പണിയെല്ലാം ഒന്ന് ഒരുങ്ങി വരുമ്പോഴേക്കും എന്താ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനായി ഇവക്കുട്ടിക്ക്. ചെറുപയർ കറിയും ചോറും ആയതുകൊണ്ട് ഇവക്കുട്ടിക്ക് ഇഷ്ടമാണ്. ഇന്ന് ചെറുപയർ കറിയാണെന്ന് കണ്ടപ്പോൾ ഇവക്കുട്ടിക്ക് ഹാപ്പി ആയതാണ് കേട്ടോ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് കറി ആൾ നോക്കിയിട്ടേ വരുള്ളൂ. ഇഷ്ടപ്പെടാത്ത കറിയാണെന്ന് വെച്ച് പറഞ്ഞാൽ അപ്പം തുടങ്ങും കരച്ചിലും വാശിയും. ഇഷ്ടമുള്ളതാണെങ്കിൽ വാശിയൊന്നുമില്ലാതെ ഇരിക്കും.
അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ആ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, എന്നും കാണിക്കുന്നത് കൊണ്ട്. അവൾക്കെല്ലാം ഫുഡ് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാനിരുന്നു. മിക്കവാറും ഏട്ടൻ വരുന്നത് കാത്തിരുന്ന് ഒപ്പം കഴിക്കാറാണ് പതിവ്. പക്ഷെ ആളിന്ന് നല്ലപോലെ വൈകുന്നു പറഞ്ഞത് കൊണ്ട് ഞാൻ നേരത്തെ കഴിക്കുകയാണ്. രാവിലെ ഫുഡ് കഴിക്കാത്ത കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഇവക്കുട്ടിക്കുള്ള പാല് കൊടുത്ത് അത് അവളെ കിടത്തി ഉറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗ് തൊട്ട് ആഫ്റ്റർനൂൺ വരയ്ക്കുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു പറഞ്ഞാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്.